ഹലോ ഗൈസ്, ചാർലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഊട്ടി വരെ പോകാട്ടോ. ഊട്ടിയിൽ കോത്തഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാൻ നോക്കുക. അപ്പോൾ ഇവിടുന്ന് ട്രെയിനാണ് പോണത്. അതായത് നമ്മുടെ കോഴിക്കോട് ഫറോക്കിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ കോയമ്പത്തൂർ പോകണം. കോയമ്പത്തൂരിൽ നടന്ന് ബസ് കയറണം കോത്തഗിരിക്ക്. അപ്പോൾ അങ്ങനെയാണ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാട്ടോ. അതായത് അരവേണു എന്ന് പറയും, നമ്മളെ ഊട്ടിയിൽ തന്നെ. ഊട്ടിയിൽ ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നാട്ടിൽ നിന്ന് ഫറോക്കിൽ നിന്ന് ട്രെയിൻ കയറി അങ്ങനെ കോയമ്പത്തൂരെത്തി. കോയമ്പത്തൂരിൽ നിന്ന് ഇപ്പോൾ അടുത്ത ബസ് കയറി പുതിയ സ്റ്റാൻഡ് പോകണം. ഈ പുതിയ സ്റ്റാൻഡിൽ നിന്ന് മാറി കയറണം. 2 ബസ് കയറാണ്ട്. അപ്പോൾ വീഡിയോ വെയിറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാത്തിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇനി നേരെ പുതിയ സ്റ്റാൻഡ് പോവുക. പുതിയ സ്റ്റാൻഡിൽ നിന്ന് അടുത്ത ബസ് കയറുക. അതാട്ടോ പരിപാടി. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാൻ നോക്കുക. ഓക്കെ, അങ്ങനെ ഗൈസ്, ഞാനിപ്പോൾ അങ്ങനെ എവിടെ എത്തിയിട്ടോ, പുതു ബസ് സ്റ്റാൻഡിലെത്തി. കോയമ്പത്തൂരിൽ നിന്ന് പുതു ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി. ഇനിയിപ്പോൾ ഇവിടുന്ന് കോത്തഗിരി ബസ് കയറണം. എന്നിട്ട് അരവേണു ഇറങ്ങണം. അതാണ് പരിപാടി. അപ്പോൾ ഇനി കോത്തഗിരി ബസ് എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. നല്ല പോസ്റ്റാണ് ഉള്ളത്, പറയാലോ. ഇമ്മാതിരി തിരക്ക്. ഫസ്റ്റ് ഒരു ബസ് കയറിയാൽ അത് സംഭവം എന്നോട് വേറൊരു എണ്ണം പറഞ്ഞത് ഈ ബസ്സാണ്, ഈ ബസ് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് എന്നോട് കയറാൻ പറഞ്ഞു. ഞാൻ കയറിയിട്ടാണെങ്കിലോ കുറച്ച് കഴിയുമ്പോൾ അവർ പറയാം ഈ ബസ് പോവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇനി എൻ്റെ തമിഴ് കിട്ടായിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അവിടെ ഇറങ്ങി എന്നിട്ട് അടുത്ത ബസ് കയറി. ഇപ്പോൾ പുതിയ സ്റ്റാൻഡിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത ബസ് കയറണം. എങ്കിലേ കർണാടക വണ്ടിയാണ് അത്. അതൊക്കെ കർണാടക വണ്ടിയാണ്, ഈ റെഡൊക്കെ. നമുക്ക് കോത്തഗിരിക്ക് പോകാനുള്ളത് ഊട്ടി പോണ ബസ്സായിരിക്കും. അത് അവിടെ കാണുന്ന കണ്ടില്ലേ, ഒരു പച്ച ബസ്. അങ്ങനത്തെ പച്ച ബസ് വരും. അതിലാണ് നമുക്ക് പോകാനുണ്ടാവുക. എന്തായാലും ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാം. ഓക്കെ, ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടോ. അതായത് ഇപ്പോൾ ബസ്സിലുള്ളത്, അതായത് പുതിയ സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടി. അങ്ങനെ ബസ് കയറി ഇനിയിപ്പോൾ നേരെ പോവുക. അതാണ് പരിപാടി. അപ്പോൾ ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും കാണിച്ചു തരാം. അപ്പോൾ ഊട്ടിയിലോട്ടാണ് നേരെ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാൻ നോക്കുക. എന്തായാലും 2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ 2 മണിക്കൂർ വീഡിയോ ഇട്ട് ലാഗ് അടിപ്പിക്കുന്നില്ല. എന്തായാലും ഞാനൊന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ്. കണ്ടില്ലേ, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേന് അവിടെ എത്തുമെന്ന് വിചാരിക്കുക. 6 മണിയാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 6 മണി വരെ എന്തായാലും നല്ല പോസ്റ്റാണ്. അപ്പം വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാൻ നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫുള്ള് കാടാട്ടോ. 2 സൈഡിൽ അപ്പുറം ഇപ്പുറം ഒക്കെ ഫുള്ള് കാടാട്ടോ. കണ്ടില്ലേ, അപ്പുറം കാണുന്നത് മലയാണ്. ഫുള്ളു എന്താ പറയുക, ഊട്ടി നമ്മുടെ ലൊക്കേഷൻ്റെ തുടക്കാട്ടോ. ഇതൊക്കെ ലൊക്കേഷനിലേക്ക് എത്തുന്നേ ഉള്ളൂ. അയച്ച് എങ്ങനെയുണ്ട് സ്പോട്ട് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി ഇവിടെ ഉണ്ടാവും കുറച്ച് കാലത്തേക്ക്. ഇവിടുത്തെ നിങ്ങൾക്ക് എന്തൊക്കെ കാണേണ്ടതൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്തോ. ഊട്ടിയിൽ എന്തൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. വേറെ കോമഡി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബസ് വന്നപ്പോൾ തന്നെ നേരെ ചാടി കയറിയിട്ട് ബസ്സിൽ കയറേണ്ടിയിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് പുതിയ ബസ് സ്റ്റാൻഡ് വന്നപ്പോൾ ഇവിടുന്ന് ഒരു തമിഴ് തന്നെ ഒരാളെ പരിചയപ്പെട്ട് കാണിച്ചു തരാം. ഹായ് കൊടുക്ക്. ഹായ് ബ്രോ. അപ്പോൾ ഈ മച്ചാൻ എൻ്റെ കൂടെ കേട്ടോ ഞാൻ ഇരിക്കുന്നതൊക്കെ. അങ്ങനെ ഈ മച്ചാൻ പറഞ്ഞ് ബസ് വരുന്നത് കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ് ഓടിപ്പോയിട്ട് സീറ്റ് പിടിച്ചോ, സീറ്റ് കിട്ടാൻ നല്ല പണിയാണ്, ഡാർക്കാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓടിപ്പോയിട്ട് വേറെ സീറ്റ് പിടിച്ചു. അതാ അപ്പം വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞതാ.
പക്ഷെ നേരെ വന്ന് സീറ്റ് പിടിച്ചതും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഫുള്ള് പോകാട്ടോ ഗൈസ്. അതായത് കോത്തഗിരിക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ചേട്ടാണത്. പക്ഷെ ഇതൊന്നല്ല, നല്ല വിഷ്വലി നല്ല അടിപൊളി കാണാൻ പറ്റിയ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇത് വീഡിയോയിൽ ആഡ് ചെയ്യാം. സംസാരിക്കാൻ പറ്റാത്തൊരു സീന്, കാരണം വെച്ചാൽ നല്ല മഴയാണ്, കേൾക്കാൻ പറ്റില്ല തോന്നണം. അങ്ങനെ ഇതാണ് കേട്ടോ സ്പോട്ട്. നമ്മൾ കോത്തഗിരിയാണല്ലോ, കണ്ടില്ലേ? ഈ റിസോർട്ട് എന്താ പാട്? ഈ റിസോർട്ടിനെ പറ്റി ഫുൾ റിവ്യൂ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വരുന്നതായിരിക്കും, കയറി സെർച്ച് ചെയ്യുക. അത് നമ്മൾ മലയാളീസിൻ്റെ തന്നെയാണ്. ഇവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളും എല്ലാം വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്നലെ വന്ന് ട്രെയിനിൽ എന്താ പറയുക, നല്ല ഷോക്കായി സത്യം പറയാം. ട്രെയിനിന് ഇവിടെ എത്തലും പിന്നെ അവിടുന്ന് ബസ് മാറി കയറി ലാസ്റ്റ് വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങി, അവിടുന്ന് വേറെ ബസ് കയറി, അങ്ങനെ 2-3 ബസ് കയറിയിട്ടാണ് ഒടുവിൽ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ എന്തായാലും നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ചുരം കയറുമ്പോഴുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒത്തിരി ലേറ്റായി പോയി. അതാണ് സീനെന്ന് പറഞ്ഞാൽ അല്ലേ. ഇതാണ് റോഡ്, അതായത് നമ്മളെ ഊട്ടിയിലേക്ക് വരുന്ന ഒരു വഴിയാട്ടോ ഇത്. ഞാൻ ഇന്നലെ ബസ് അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഇവിടെ കൂട്ടുകാരുണ്ട്, കൂട്ടുകാരെ അടുത്ത് സ്റ്റേ അടിച്ച് അങ്ങനെ ഇന്നലെ ഇവിടെ ആയിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്ത് പോകണം, പുറത്തുള്ള കാര്യങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് റിസോർട്ട്. മറക്കണ്ട, ഞാൻ നമ്പറും കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കൊടുക്കുക. അപ്പോൾ ഊട്ടിയിൽ വരുമ്പോൾ കോത്തഗിരി ഭാഗത്ത് വരുന്നവർ എന്തായാലും ഈ റിസോർട്ടിലേക്ക് വിളിച്ചിട്ട് വരിക, മനസ്സിലായോ? അതായത് ചാർലി വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ മതി, ചാർലി വ്ളോഗ്സ് കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ബ്രോ ഉണ്ടാവും. അപ്പോൾ ആ ബ്രോനോട് പറഞ്ഞാൽ ബ്രോ കാര്യങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി തരും. അതുപോലെ തന്നെ ക്യാമ്പ് ഫയറും കാര്യങ്ങളും നല്ല വ്യൂ പോയിൻ്റ് എല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ, അതേമാതിരി ചായ കുടിക്കാനൊക്കെ ആണെങ്കിൽ അവിടെ ഒരു കഫേ ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോവുകയാണ്, അതായത് ജസ്റ്റ് ഈ താഴത്തോട്ട് ഉണ്ടല്ലേ. അപ്പോൾ ചെറിയൊരു ട്രക്കിംഗ് എന്ന് പറയാനില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടക്കാൻ ഇറങ്ങുക, ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങുക. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലിട്ട് പോവാം. ഞാൻ ഇന്നലെ വന്നിറങ്ങി ഇവിടെ സ്റ്റേ അടിച്ചെന്ന് പറയല്ലേ, ഇതാണ്ടോ കൂട്ടുകാരെ, ഇവൻ്റെ അടുത്താണ് ഇന്നലെ സ്റ്റേ അടിച്ച്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക. ഓക്കെ, ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഹൈ മച്ചു, ഒരു ഹായ് പറ. ഹായ്. വേറൊരാളും കൂടെ ഉണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോയതാ, ഇപ്പോൾ വരും. അപ്പോൾ ഗൈസ് നമ്മൾക്ക് പോകാനുള്ള വഴി അതാട്ടോ മച്ചാനെ. റിസോർട്ടിൽ ഇത് നമുക്ക് ബോൺസായി എന്നാണ് പേര് റിസോർട്ടിൻ്റെ. ഇവിടെ നമുക്ക് ഫാമിലി റൂംസ് വരുന്നുണ്ട്, ഫാമിലി സ്യൂട്ട് എല്ലാം പ്രീമിയം ലെവലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ
ഇവിടെ വരുന്നത് ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ചാർലി ബ്ലോഗ്സ് കണ്ടു വരുന്നവർക്ക് ഇവിടെ സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും. ഓ മച്ചാൻ പറഞ്ഞ കേട്ടില്ലേ, അതായത് ചാർലി വ്ളോഗ്സ് കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ പറയണം കേട്ടോ. അതായത് ഇവ ഉണ്ടാവും ഇവിടെ, ഇവൻ ഇല്ലെങ്കിൽ വേറെ ആളുണ്ടാവും. അപ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ മതി. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ആക്കി തരും. അപ്പോൾ അതായത് ഈ റിസോർട്ടിൻ്റെ ഫുൾ അതായത് റിവ്യൂ റൂംസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന അണ്ടർഗ്രൗണ്ട് അതാണ് നമുക്ക് മെയിനായിട്ട്. അതെ അപ്പോൾ ഈ അതായത് റൂംസും കാര്യങ്ങളും എല്ലാം കാണിക്കുന്ന അതായത് റിവ്യൂ വീഡിയോ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും. അതായത് ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ വീഡിയോ ആയിട്ടോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കാണാൻ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഊട്ടി വരുന്നവർ എന്തായാലും മറക്കാണ്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബൈക്ക് അങ്ങോട്ട് പോവാം. പോലെ അപ്പോൾ ഗൈസ് ഇങ്ങനെയാട്ടോ പോകുള്ളേ. അറ്റത്തെത്തണം. നമുക്ക് അവിടെ നിന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാൻ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇട്ടു. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങട്ടോ, നേരെ ഇനി അടിയിലോട്ട് പോകണം. ഗൈസ് സെറ്റ് അല്ലേ? ഓൾ സെറ്റ് ഗൈസ്. അവിടെ താഴത്തൊരു സ്പോട്ട് ഉണ്ടെന്നാ പറഞ്ഞേ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടി കേട്ടോ. ഗൈസ് എങ്ങനെയുണ്ട് പ്ലേസ്? ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, ഉറപ്പായിട്ടും. പിന്നെ അല്ല ഒക്കെ പ്രായമുള്ള ആൾക്കാരാണ് വടിയും കുത്തി നടക്കുന്നത്. അപ്പോൾ ഗൈസ് ഒന്നും വിചാരിക്കണ്ട. ഗൈസ് എന്താ പറയാ, ഇപ്പോൾ ഇവരെ റിസോർട്ടിൽ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. അവരിവിടെ വന്നിട്ട് ഒരു 1.5 മണിക്കൂറോളം ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. പറ്റിയ കിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കണേ. അല്ലേ, ഞാൻ അങ്ങോട്ടേക്ക് നോക്ക്, കണ്ടില്ലേ? കാടിന്റെ ഒരു ഇത് വരുന്നില്ലേ? നമുക്ക് മല ഈ ഒരു ആ ഒരു വ്യൂ ഉണ്ടോ ഗൈസ്? ഇവിടെ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ മറ്റേ ഒരു പാട്ട് പാടുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് നോക്കി തപ്പി നടക്കുക കേട്ടോ. വേറെ സീനൊന്നുമില്ല. അതായത് നമ്മളെ റിസോർട്ട് എന്താ ആ കാണുന്നത് കേട്ടോ. റിസോർട്ട് നേരെ ബാക്കിൽ തന്നെ ഉള്ളത്. അതായത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഇവിടെ എന്താ പറയുക ഗസ്റ്റിനൊക്കെ ഇവിടെ കറങ്ങാനും ഇതിനൊക്കെ ഉള്ള അലൗഡ് ഉണ്ട് കേട്ടോ. അതൊന്നും സീനില്ല. പിന്നെ ഇവിടുത്തെ മെയിൻ സീൻ എന്ന് പറഞ്ഞാൽ അത് കണ്ടില്ലേ, നല്ല കാട്ടുപോത്തുണ്ടാവും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. വേറെ സീനൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ പാട്ട് പാടിയിട്ട് അടുത്ത വീഡിയോയിൽ വരും. ഓക്കെ ഗൈസ്, എന്താട്ടോ നമ്മൾ പാട്ട് പാടാൻ പോണ ബാക്ക്ഗ്രൗണ്ട് സെറ്റല്ലേ? ഫിക്സ് അല്ലേ? ഇതാ ഇയാളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഹായ് എടുക്ക്. അപ്പോൾ നമ്മൾ നേരെ അതായത് പാട്ട് പാടുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് അറിയില്ല, നോക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ. കുറച്ചും കൂടെ കാര്യങ്ങൾ കാണിക്കാണ്ട് റിസോർട്ടിൻ്റെ ഒക്കെ പറ്റി. അപ്പോൾ എന്തായാലും വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഇവിടെ വരുന്നവർക്കുള്ള പ്രധാന അറിയിപ്പ്, വഴിയിൽ മൊത്തം ചാണകമാണ്. അതായത് ഇവിടെ കാട്ടുപോത്തിന്റെ ശല്യമുണ്ട് സത്യം പറയാം. അതായത് നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോകാൻ മതി, അതിങ്ങനെ വന്ന് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. എന്തായാലും ഇപ്പം ഈ ഒരു സമയത്ത് ഇവിടെ ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചേനെ. ഓക്കെ, സ്പോട്ട് നോക്ക് ഗൈസ്. ഇതാണ് നമ്മളെ പാറ. ഇനി അവിടെ പോവാ, വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം. അവിടെ ഇങ്ങോട്ടേക്ക് അല്ലേ മച്ചു? ബാ ഇങ്ങോട്ടേക്കല്ലേ ഗൈസ്. ഇനി ഇവിടെ നിന്നാണ് ഷോട്ട്. അതായത് എന്താ പാട്ട് അറിയില്ല, നോക്കട്ടെ. ഇവിടെ കുറച്ച് പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് വീഡിയോ എടുക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും വീഡിയോ ലാഗ് എടുപ്പിക്കുന്നില്ല. വീഡിയോ എടുത്ത് കഴിഞ്ഞ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പോൾ ഗൈസ് എന്താ പറയുക, പാട്ട് പാടലെല്ലാം കഴിഞ്ഞ് അത് ഇനിയിപ്പോൾ ആകെ ഇവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക റിസോർട്ടിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും മൊത്തം കാണിക്കാം കേട്ടോ. എന്താ ഇന്ന് രാത്രി ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാമോ. അപ്പോൾ എന്തായാലും റിസോർട്ടിൻ്റെ അതായത് റിവ്യൂ ഉള്ള ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ആരും മിസ് ചെയ്യരുത്. എന്തായാലും വീഡിയോ ഇഷ്ടമാകട്ടെ, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും
ഇതാണ് നമ്മളെ റിസോർട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യാൻ പോവാണ്. എന്തായാലും അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ. എങ്ങനെയുണ്ട്?